ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ക്രിസ്ത്യാനിയായിരിക്കാൻ ഞാൻ എന്തു ചെയ്യണമെന്ന ചോദ്യം നമ്മെ പലപ്പോഴും കുഴപ്പിച്ചിട്ടുണ്ടാവും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അഷ്ടസൗഭാഗ്യങ്ങളിലെ അനുഗ്രഹീതരുടെ പട്ടികയിലൂടെ ഈശോ നമ്മെ പഠിപ്പിക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഗൗദേത്തെ എറ്റ് എക്സൽട്ടാഥയിലൂടെ ഫ്രാൻസിസ് പാപ്പയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അനുഗ്രഹീതൻ അഥവാ ഭാഗ്യപ്പെട്ടവൻ എന്നത് വിശുദ്ധൻ എന്ന വാക്കിന്റെ പര്യായമാണ്. ദൈവത്തോടും അവിടുത്തെ വചനത്തോടും വിശ്വസ്തത പുലർത്തുന്നവർ അവരുടെ ആത്മദാനം വഴി യഥാർത്ഥ സന്തോഷം നേടുന്നു. യേശുവിന്റെ വാക്കുകൾ വചനത്തിലൂടെ നമുക്ക് ആകർഷകമായി തോന്നിയേക്കാമല്ലേ? എന്നാൽ ഈ ലോകത്തിലേക്ക് തിരിയുമ്പോൾ ഈശോയുടെ വാക്കുകൾക്ക് എതിരായാണ് നാം ആകർഷിക്കപ്പെടുന്നത്. അതെ, വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സർവശക്തി നിറഞ്ഞാൽ നമ്മിലുള്ള സ്വാർത്ഥത, അലസത, അഹങ്കാരം എന്നിവയിൽ നിന്നൊക്കെ നമുക്ക് സ്വതന്ത്രരാകാനാവും. വിശുദ്ധി എന്നത് ഹൃദയത്തിൽ ദരിദ്രരായിരിക്കുക, ശാന്തതയോടും വിനയത്തോടും കൂടെ പ്രതികരിക്കുക, എങ്ങനെ മറ്റുള്ളവരോടുകൂടെ വിലപിക്കണമെന്നറിയുക, നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും അനുഭവിക്കുക, കരുണയോടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, സ്നേഹത്തെ മലിനപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നും ഹൃദയത്തെ സൂക്ഷിക്കുക, നമുക്ക് ചുറ്റും സമാധാനം വിതയ്ക്കുക, സുവിശേഷത്തിന്റെ മാർഗത്തെ അത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും അനുദിനം സ്വീകരിക്കുക എന്നിവയൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിലെ അതിസൂക്ഷ്മമായ മേഖലകളിൽ വരെ ഈശോയുടെ വാക്കുകൾ ശ്രവിച്ച് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ വിശുദ്ധി എന്നത് വെറും അർത്ഥശൂന്യമായ വാക്കു മാത്രമായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.